അസ്സലാമലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ തജ്വീദിൻ്റെ കാക്കൊല്ല പരീക്ഷ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്നുള്ള യോജിച്ചവ ചേർക്കുകയാണ് വേണ്ടത്. അൽ കിറാമിൽ ബറാറ അവസാനത്തിലാണ് വരിക. അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് വഅല്ലമഹു സുക്കൂനായിരിക്കും. ഹർഫുകളുണ്ട്. ഇതെല്ലാമാണ് ബ്രാക്കറ്റിലുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് ഡാഷ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. 2. 5, 6, 7 സിഫത്തുകളുള്ള ഡാഷ്. ആൻസർ ഹർഫുകളുണ്ട്. 5, 6 സിഫത്തുകളുള്ള ഹർഫുകളുണ്ട്. 3. എല്ലാ ഹാവുകളും പദത്തിൻ്റെ ഡാഷ് അവസാനത്തിലാണ് വരിക. 4. സക്തിയുടെ ഹായിന് എപ്പോഴും ഡാഷ് സുക്കൂനായിരിക്കും. 5. അൽ മാഹിറു ഫിൽ ഖുർആനി മഅ സഫറത്തി ഡാഷ് അൽ കിറാമിൽ ബററ. 6. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന ഡാഷ് വഅല്ലമഹു. 2. തിരഞ്ഞെടുത്തെഴുതാം. ബ്രാക്കറ്റിൽ നിന്ന് ഇസ്തിലാലിൻ്റെ ഹർഫുകൾ തിരഞ്ഞെടുത്തെഴുതുക. സീന്, സ്വാദ്, സാ, ഖാഫ്, ഹാ, താ, ഹാ. ഇതെല്ലാമാണ് അക്ഷരങ്ങൾ. ഇതിൽ നിന്ന് ഇസ്തിലാലിൻ്റെ അക്ഷരങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിലേതൊക്കെയാണ് ഇസ്തിലാലിൻ്റെ ഹർഫുകൾ? ഓക്കെ, ഇതിൽ ഇസ്തിലാലിൻ്റെ ഹർഫുകൾ ഏതാണ്? ഹാ, ഹാ, പിന്നെ ഖാഫുണ്ട്, പിന്നെ സ്വാദുമുണ്ട്. ഇത് മൂന്നുമാണ് ഇസ്തിലാലിൻ്റെ ഹർഫുകൾ. 3. പൂർത്തിയാക്കാം. ഇത്ബാഖ് നാവിൻ്റെ മധ്യഭാഗം. ബാക്കി എന്താണ്? അണ്ണാക്കുമായി ചേരൽ. ഇത്ബാഖ് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ. ഇസ്തിലാല് ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി ഡാഷ്. ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. 3. രഹ്വ് മഹ്റജിൽ ഊനൽ ദുർബലമായതിനാൽ മൃദുവായി ഡാഷ്. മഹ്റജിൽ ഊനൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ. 4. തുടങ്ങുമ്പോൾ ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഡാഷ്. 4. തുടങ്ങുമ്പോൾ ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ഓരോ ഉദാഹരണം എഴുതാം. ഹാ തഅനീസ്. തഅനീസിൻ്റെ ഹായിന് ഒരു ഉദാഹരണം. മർഫൂഅത്തിൻ മുത്തഹറത്ത്. മർഫൂഅത്തിൻ മുത്തഹറത്ത് ാണ് തഅനീസിൻ്റെ ഹായിന് ഒരു ഉദാഹരണം. സക്തയുടെ ഹായിന് ഒരു ഉദാഹരണം. സക്തയുടെ ഹായിന് ഒരു ഉദാഹരണം. വമാ അദ്റാക മാ ഹിയ. വമാ അദ്റാക മാ ഹിയ. 3. ഹാ ളമീറിൻ്റെ മുന്നിലും പിന്നിലും സുക്കൂൻ വന്നതിന്. ഹാ ളമീറിൻ്റെ മുന്നിലും പിന്നിലും സുക്കൂൻ വന്നതിന്. അറാ നിസ്കനി
അൻറാഅഹു നിസ്കനി. 4 ഹാ ളമീറിൻ്റെ മുമ്പ് സുക്കൂൻ വന്നതിന് മർഫൂഅത്തിൻ വഅതൂബു ഇലൈക്. മർഫൂഅത്തിൻ വഅതൂബു ഇലൈക്. അടുത്ത ചോദ്യം ഉത്തരം എഴുതാം. 1. ഹംസത്തുൽ വസ്ൽ എന്നാൽ എന്ത്? ഹംസത്തുൽ വസ്ൽ എന്നാൽ എന്ത്? ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നു. ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നു. 2. ഹാ തഅനീസിൻ ചേർത്ത് ഓതുമ്പോൾ എങ്ങനെ ഓതണം? ഹാ തഅനീസിൻ ചേർത്ത് ഓതുമ്പോൾ എങ്ങനെ ഓതണം? ഹാ തഅനീസ് ചേർത്ത് ഓതുമ്പോൾ താ ആയിട്ടും അതിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടും ഉച്ചരിക്കണം. ഹാ തഅനീസ് ചേർത്ത് ഓതുമ്പോൾ താ ആയിട്ടും അതിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടും ഉച്ചരിക്കണം. 3. സിഫത്തുകൾ എന്ന് പറയുന്ന ഏതിന്? സിഫത്തുകൾ എന്ന് പറയുന്ന ഏതിന്? അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റജിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റജിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. 4. പതിവാക്കൽ സുന്നത്തായ 2 ആയത്തുകൾ എഴുതാം. പതിവാക്കൽ സുന്നത്തായ 2 ആയത്തുകൾ എഴുതാം. ഏതൊക്കെയാണ്? ആയത്തുൽ കുർസി, ആമന റസൂൽ, ലൗ അൻസൽന മുതലായവ. ആയത്തുൽ കുർസി, ആമന റസൂൽ, ലൗ അൻസൽന. 5. ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞ ആരെ സംബന്ധിച്ചാണ്? അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാഠമില്ലാത്തവൻ്റെ ഹൃദയം ശൂന്യമായ വീട് പോലെയാണ്. ഇതാണ് അതിൻ്റെ ഉത്തരം. നിങ്ങൾക്ക് ചുരുക്കി എഴുതുകയാണെങ്കിൽ അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാഠമില്ലാത്തവനെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. 6. പൂരിപ്പിക്കാം. ഒരു പ്രദേശത്തെ ഡാഷ് ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. ഒരു പ്രദേശത്തെ ഖുർആൻ മനഃപ്പാഠമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്.